ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അതുപോലെ വെറൈറ്റി പേരും കൂടെയുള്ള ഒരു ഡിഷാണ്. മെറ്റലിനാണ് ഇതിൻ്റെ പേര്. മെറ്റലിൻ്റെ ഷേപ്പുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളത്. അപ്പോൾ വേറെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല, പക്ഷേങ്കിൽ നല്ല ടേസ്റ്റുമാണ്, അതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഈ അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കണം. അതിനു വേണ്ടി ഒരു പാത്രം വെച്ച് അതിലേക്ക് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരു 4 കപ്പ് അരിപ്പൊടി ചേർത്ത് നന്നായി ടൈറ്റാക്കി എടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് പുഴുങ്ങലരിയും യൂസ് ചെയ്യാം. പുഴുങ്ങലരി 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നന്നായി ടൈറ്റാക്കി അരച്ചെടുത്താൽ മതി. ഗ്രൈൻഡറും അതുപോലെ ജ്യൂസ് വിഷ്വലും ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു ഇല വെച്ച് അതിലേക്ക് മേലെ ഒരു ഇല കൂടെ വെച്ച് ഒരു പ്ലേറ്റ് വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. കുറച്ചൊരു കട്ടിയിലാണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ പത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ അതിനുശേഷം ഒരു അപ്പച്ചമ്പ് വെച്ച് അതിലേക്ക് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ബാക്കിയുള്ള എല്ലാ അരിയും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. ഈ പ്ലേറ്റ് വെച്ച് ചെയ്യുന്നത് അതുപോലെ എല്ലാ സൈഡിലും ഒരേപോലെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മാവും അതുപോലെ തന്നെ അപ്പച്ചമ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ എല്ലാ പത്തിലും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അരിപ്പൊടി എടുത്തത് കൊണ്ടാണ് ഇതുപോലെ കുറച്ചൊന്ന് ചില പീസൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള എല്ലാ പത്തിലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അരിപ്പൊടി ആയതുകൊണ്ടാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ളത്. പുഴുങ്ങലരി ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഹാർഡ് ഉണ്ടാവും. അപ്പോൾ എല്ലാ പത്തിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് ഒരു തേങ്ങയുടെ ചമ്മന്തി തയ്യാറാക്കാം. അതിനുവേണ്ടി പകുതി സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു തേങ്ങ, അതുപോലെ ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ആദ്യം പൊടിഞ്ഞു പോകാൻ പാടില്ല. അതിനുശേഷം ഒരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടുക് അതുപോലെ പെരിഞ്ചീരകം കൂടെ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഒന്ന് പൊട്ടി വന്ന് അതിലേക്ക് കറിവേപ്പില വറ്റൽമുളകും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു സവാള കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പത്തിലിൻ്റെ പീസൊക്കെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ തേങ്ങ അധികം പൊടിയാതിരിക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. ആ തേങ്ങ കടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. അതിലേക്ക് ലാസ്റ്റ് കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളകും ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സ് ആയിട്ട് വരുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് മുളകിട്ട ഫിഷ് കറിയാണ്. അല്ലാതെ ജസ്റ്റ് വേണേൽ ഇത് കഴിക്കുകയും ചെയ്യാം, കറീൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഏറ്റവും നന്നായിട്ട് നമുക്ക് അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ മുളകിട്ട മീൻ കറിയാണ്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു ഫേവറേറ്റും കൂടിയാണ് ഈ ഒരു ഡിഷ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങൾ കമൻസിൽ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മിസ്സാവാതെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.